ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ദളിതരായിട്ടുള്ള ആളുകളെ തല്ലിച്ചതച്ച വിഷയം ആഭ്യന്തരമന്ത്രി ടി വിയിൽ കണ്ടാണ് അറിഞ്ഞതെങ്കിൽ അത് ഭരണപരാജയമെന്നേ പറയാൻ കഴിയും. അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയല്ലേ? ഇൻ്റലിജൻസ് IG ഇത് അറിയണ്ടേ? പിന്നെ തന്നെ മുൻ MLA വളരെ ആധികാരികമായിട്ട് അത് സ്ഥിരീകരിച്ചിരുന്നുണ്ട്. അത് 2 സ്വകാര്യ വ്യക്തികളുടെ തമ്മിലുള്ള തർക്കമല്ലേ, അതിന് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും, സുപ്രീം കോടതി വിധി അതിലെ വാദിയായിട്ടുള്ള ശങ്കരൻ നായർക്ക് അനുകൂലമാണല്ലോ, ഞങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ അദ്ദേഹം വളരെ ആധികാരികമായിട്ടാണ് ഇന്ന് മീഡിയയിലെടുത്ത് സംസാരിച്ചത്. ശങ്കരൻ നായരുടെ പിതാവിൻ്റെ പേരിലുള്ളതായിരുന്നു സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആധാരം മുഖേന ശങ്കരൻ നായർക്ക് കിട്ടുന്നു, അതിന് മുന്നാധാരമില്ല, പട്ടയം കിട്ടിയതായിട്ട് രേഖയില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ഭൂമി റീസർവേയുടെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവിന്, ശങ്കരൻ നായരുടെ പിതാവിന് കിട്ടുന്നു. അപ്പോൾ ആ ഭാഗത്തിലൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഫയലുകൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഉദ്യോഗസ്ഥരെടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ ചെയ്യും. പക്ഷെ പല ഉദ്യോഗസ്ഥരും ഇവിടെ പൊതുവെ സംസാരിക്കുന്ന പോലെ സുപ്രീം കോടതിയിൽ തോറ്റ കേസല്ലേ, ഞങ്ങൾക്ക് വലിയ പ്രശ്നം വരില്ലേ, പേടിയാണ്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലക്കും ഒരു ജനപ്രതി എന്നുള്ള നിലക്കും അതിൻ്റെ കാര്യങ്ങൾ, സാങ്കേതികമായ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ ബോധിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, കോൺഗ്രസ് പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, സ്ഥല MLAക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ആ സമരമുഖത്ത് വരിക. നിങ്ങളുടെ പോലീസ് വരുമ്പോൾ, ഞങ്ങളുടെ പോലീസ് വന്നപ്പോൾ ഞങ്ങൾ തന്നെ തടഞ്ഞു. ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് വന്നപ്പോൾ അതിന് മുന്നിൽ നിന്ന് തടയാൻ ഞങ്ങളുണ്ടായി. നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കുന്നത്തുനാട് മുൻ MLA ശ്രീനിജനാണ്. നമസ്കാരം. നമസ്കാരം. കുന്നത്തുനാട് MLA സ്ഥാനം ഒഴിഞ്ഞെങ്കിൽ പോലും അവിടെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തേക്കുവാണ്. കാരണം അവിടെ വലിയൊരു കുടിയിറക്ക് ഭീഷണി ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള പോലീസിൽ ഉപയോഗിച്ചുകൊണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ പോലും വലിയ ഇടപെടലാണ് ഈ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു യഥാർത്ഥ പ്രശ്നം? യഥാർത്ഥത്തിൽ ആ കുന്നത്തുനാട് പാരിയത്തുകാവ്, വാഴക്കുളം പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ് പാരിയത്തുകാവ്. അവിടെ 8 SC കുടുംബങ്ങളെ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരള സമൂഹം ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്ക് ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളതൊരു എനിക്ക് സംശയമുണ്ട്. പിന്നെ തന്നെ മുൻ MLA വളരെ ആധികാരികമായിട്ട് അത് സ്ഥിരീകരിച്ചിരുന്നുണ്ട്. അത് 2 സ്വകാര്യ വ്യക്തികളുടെ തമ്മിലുള്ള തർക്കമല്ലേ, അതിന് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും, സുപ്രീം കോടതി വിധി അതിലെ വാദിയായിട്ടുള്ള ശങ്കരൻ നായർക്ക് അനുകൂലമാണല്ലോ, ഞങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ അദ്ദേഹം വളരെ ആധികാരികമായിട്ടാണ് ഇന്ന് മീഡിയയിലെടുത്ത് സംസാരിച്ചത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് വിനീതമായിട്ട് പറയാനുള്ളത്, അദ്ദേഹത്തിന് ഇപ്പോഴും ഈ കേസ് എന്താണെന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മീഡിയയുടെ മുമ്പിൽ വന്ന് കുറേ നുണകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹവും കാര്യങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കാൻ അദ്ദേഹം ശ്രമിക്കണം. ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയല്ല, പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം കുറച്ചുകൂടി അവരുടെ വിഷയത്തിൽ പഠിച്ചുകൊണ്ട് എന്നാൽ മാത്രം ഈ കേസ് നമുക്കത് ഇതിന് എന്തെങ്കിലും തരത്തിൽ പിന്നെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഞാൻ ആ കേസിൻ്റെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. പാരിയത്താവ് സത്യത്തിൽ ശ്രീ VP സജീന്ദ്രൻ പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ്. 2 സ്വകാര്യ വ്യക്തികൾ തമ്മിൽ നടന്ന ഒരു കേസ്. ആ കേസിൽ 1983 മുതൽ ഇങ്ങോട്ട് നിരന്തരമായിട്ടുള്ള കേസിൻ്റെ നാൾ വഴികളുണ്ടായി. മുനിസിപ്പൽ കോടതിയിൽ കേസ് നടന്നു, സബ് കോർട്ടിൽ നടന്നു, ഹൈക്കോടതിയിൽ നടന്നു. സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വിധിക്കെതിരെ പോയിട്ടും അത് കേസ് അഡ്മിറ്റ് ചെയ്തില്ല. കേസ് വാദിക്ക് തന്നെ അനുകൂലമായിട്ട് വരികയും ചെയ്ത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ അവിടുത്തെ ആളുകളായിട്ടുള്ള ആളുകൾ എന്നെ കാണാൻ വരുന്നത്. അത് ഏകദേശം 2023 തുടക്ക സമയത്താണ്. അപ്പോൾ കേസ് പഠിച്ചതിന് ശേഷം സുപ്രീം കോടതി വിധിയാണ്, നമുക്ക് നിയമപരമായിട്ട് ഇടപെടുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. സുപ്രീം കോടതിയിൽ അതുകൊണ്ടാണ്. അപ്പോൾ നിയമപരമായിട്ട് ആ കേസിൽ ഇടപെടുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്ന് വിചാരിച്ച് നമ്മൾ നിയമത്തിൻ്റെ വലിയ സാധ്യതകളുള്ള ആ നിയമത്തിൽ ഇപ്പോഴും ലൂപ്പ് ഹോളുകളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ആദ്യം ചെയ്തത്, നമുക്കിതിലൊരു കുറച്ച് സമയം നമുക്ക് സാവകാശം ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ, ഏതെങ്കിലും തരത്തിൽ കഴിയുമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ
അതിലൊരു കുടുംബാംഗത്തിൻ്റെ കൊച്ചുമകൻ, അയാൾ ഈ കേസിൽ കക്ഷിയല്ലായിരുന്നു. അപ്പം അയാളെ കൊണ്ടൊരു ഫ്രഷായിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുപ്പിച്ചു. ആ കേസ് നിൽക്കില്ല എന്നറിയാമായിരുന്നിട്ടും നമ്മൾ അതിലൊരു ഡിലേ ടാക്ടിക്സിന് വേണ്ടിയിട്ടാണ് ആ കേസ് കൊടുപ്പിച്ചത്. അങ്ങനെ ഒരു 6 മാസം നമുക്ക് ആ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഇവിടെ പറഞ്ഞ് നമ്മൾ പിടിച്ച് ഒരു 6 മാസം നീട്ടിക്കൊണ്ടുപോയി. കേസ് പക്ഷേ അഡ്മിഷൻ കിട്ടിയില്ല. അത് അഡ്മിഷൻ കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടുമാണ് നമ്മൾ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം 2023 ഒക്ടോബർ മാസം ഒരു സ്വകാര്യ വ്യക്തി ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതെന്ത് കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവരുടെ 2.5 ഏക്കർ ഇരിക്കുന്ന ഭൂമി ഉൾപ്പെടുന്ന ഒരു 19 ഏക്കർ സ്ഥലമുണ്ട്. ഇവർക്ക് കൊടുക്കുന്നത് 64 സെന്റാണ്. അല്ല, 2.5 ഏക്കർ സ്ഥലം. 2.5 ഏക്കർ സ്ഥലമാണ്. 2.5 ഏക്കർ ഉൾപ്പെടുന്ന 19 ഏക്കർ സ്ഥലം സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയായിട്ടാണ് സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിലുള്ളത്. ഈ നമ്മുടെ റീസർവേ നടപടികൾ 1967 തുടങ്ങിയെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് 83-84 കാലഘട്ടത്തിലാണ് ഈ തണ്ടപ്പേര് ഈ പറയുന്ന മറ്റേ ശങ്കരൻ നായരുടെ പേരിലേക്ക് വരുന്നത്. അപ്പോൾ 84 ഇവർ ആദ്യമായിട്ട് കര അടയ്ക്കുന്നത്. അപ്പം അദ്ദേഹം ശങ്കരൻ നായരുടെ പിതാവിൻ്റെ പേരിലുള്ളതായിരുന്നു സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആധാരം മുഖേന ശങ്കരൻ നായർക്ക് കിട്ടുന്നു. അതിന് മുന്നാധാരമില്ല, പട്ടയം കിട്ടിയതായിട്ട് രേഖയില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ഭൂമി റീസർവേയുടെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവിന്, ശങ്കരൻ നായരുടെ പിതാവിന് കിട്ടുന്നു. അപ്പോൾ ആ ഭാഗത്തിലൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഫയലുകൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എന്താണ് അടുത്ത വഴി? ഒരു ഭാഗത്ത് സുപ്രീം കോടതിയുടെ വിധിയുടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ കുടിയൊഴിപ്പിക്കാനുള്ള ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ടൊരു ചുമതല, ഭരണഘടനാപരമായ ചുമതല വന്നു. മറുഭാഗത്ത് ഇവരെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ഒരു ഭാവം കൂടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് കൊടുക്കുകയും കോടതി ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. മറ്റേത് കോടതി അങ്ങനെ വിധി നിൽക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഹൈക്കോടതിയിൽ കൊടുത്ത പുതിയ കേസിൽ ഈ 19 ഏക്കർ അളന്ന് തിട്ടപ്പെടുത്തുവാനും ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റം ഉണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് കോടതി ഉത്തരവിട്ടത്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തത്? ആ 19 ഏക്കറിലുള്ള ആളുകൾക്ക് നോട്ടീസ് ഫ്രഷായിട്ട്, ഇൻക്ലൂഡിങ് ഈ കേസിലെ വാദിയായിട്ടുള്ള ഈ ഹൈക്കോടതി വിധി മറ്റേ കേസിൽ അനുകൂലമായിട്ടുള്ള ശങ്കരൻ നായരുടെ ഇപ്പോഴത്തെ തലമുറക്ക് കൂടി നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതെന്തിനാ? കാരണം ഈ 19 ഏക്കറിലുള്ള ഭൂമി പുറമ്പോക്ക് ഭൂമി ആണെങ്കിൽ അത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് അതിൽ BTRലുള്ള ഇവരുടെ തണ്ടപ്പേരെല്ലാം നികുതി അടക്കണം, ആ തണ്ടപ്പേര് രജിസ്റ്റർ ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള സാധ്യത ഗവൺമെൻറ്റിന് തെളിയും. പക്ഷെ അതിന് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഞാൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട്, ഒരു ഭാഗത്ത് ഓരോ മാസവും ഈ മുനിസിപ്പൽ കോടതിയിൽ നിന്നുള്ള ഇവരെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള വലിയ പോലീസ് സന്നാഹമായിട്ട് വരുന്നു. ഞങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുന്നു, അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്. ഞങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുന്നു, ഗവൺമെൻറ്റിന് കുഴപ്പമുണ്ടാകരുത്. എന്നാൽ അതേസമയം പാരിയത്തുകാവുകാർക്ക് കുഴപ്പമുണ്ടാകരുത്, ആർക്കും കുഴപ്പമുണ്ട്. എന്നാൽ കോടതിയുടെ കയ്യിൽ നിന്ന് വിമർശനം ഉണ്ടാകരുത്. ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ വലിയ വെല്ലുവിളിയാണ്. കാരണം പോലീസുകാർക്ക് എല്ലാ പ്രാവശ്യവും കോടതിയിൽ നിന്നുള്ള വലിയ വിമർശനം, അവരുടെ ജോലിനെ ബാധിക്കുന്നൊരു പ്രശ്നം. ഞാൻ ജനപ്രതിയാണ്, എനിക്ക് നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എനിക്കെതിരെ കണ്ടംപ്റ്റ് വരാം. അപ്പോൾ അതിൻ്റെ നൂലാമാലകൾ വീണ്ടും ഇരുന്ന് പഠിച്ചു. അപ്പോഴാണ് ഈ എവിക്ഷൻ നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്ഥലം അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് കൊടുത്താൽ മാത്രമാണ് അവരെയും കൂടി കേട്ടതിന് ശേഷം മാത്രമേ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഉദ്യോഗസ്ഥരെടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ ചെയ്യും. പക്ഷെ പല ഉദ്യോഗസ്ഥരും ഇവിടെ പൊതുവെ സംസാരിക്കുന്ന പോലെ സുപ്രീം കോടതിയിൽ തോറ്റ കേസല്ലേ, ഞങ്ങൾക്ക് വലിയ പ്രശ്നം വരില്ലേ, പേടിയാണ്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലക്കും ഒരു ജനപ്രതി എന്നുള്ള നിലക്കും അതിൻ്റെ കാര്യങ്ങൾ, സാങ്കേതികമായ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ ബോധിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടി. അങ്ങനെ അപ്പോൾ നോട്ടീസ് കൊടുക്കാത്തതിൻ്റെ ഒരു സാങ്കേതികത്വം, കാരണം 2025 ജാനുവരി മാസം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതി തന്നെ ഈ നോട്ടീസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അഭിഭാഷക കമ്മീഷൻ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ഈ കേസിലുണ്ടായിരുന്നു.
അദ്ദേഹം അവരുടെ ഒരു അകന്ന ബന്ധുവാണെന്നാണ് പൊതുവെ അവിടെയുള്ള ആരോപണം. അപ്പം അദ്ദേഹം ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും അദ്ദേഹത്തിന് ഇത് വിധി നടപ്പിലാക്കിയാൽ മതി, പക്ഷെ ഈ കോടതി വിധി നടപ്പിലാക്കാനേ പറയുള്ളൂ. ഈ വിധി നടപ്പിലാക്കുമ്പോൾ പാലിക്കേണ്ട സാങ്കേതികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ആ ലൂപ്പ് ഹോളിൽ തന്നെയായിരുന്നു ഞാനും പിടിച്ചത്. അങ്ങനെ വിധി നമ്മൾ പതുക്കെ നീട്ടിക്കൊണ്ടുപോയി നോട്ടീസ് കൊടുക്കാതെ ഒരു കാരണവശാലും വിധി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇപ്പോഴും ഇന്ന് കോടതിയിൽ വേണമെങ്കിൽ സർക്കാരിന് പറയാമായിരുന്നു വിധി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഈ ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള നോട്ടീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അതിന് സമയം. അങ്ങനെ നോട്ടീസ് കിട്ടിയാൽ അവിടെ സർക്കാരിനൊരു ഓപ്പണിംഗ് വീണ്ടും തിരിച്ച് കിട്ടും. കാരണം ഇപ്പോൾ പെരിയാർ വാലി അതിലൊരു കക്ഷിയാണ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കക്ഷിയാവും, മറ്റ് അയൽവാസികൾ കക്ഷിയാവും. അപ്പം നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നിയമപരമായിട്ട് അവർക്ക് ചെന്ന് സർക്കാരിന് വന്ന് പറയാം. പക്ഷെ നിർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനുള്ളൊരു കാലതാമസമാണ് യഥാർത്ഥത്തിൽ ഈ കേസ് ഇപ്പോഴും നീണ്ടുപോകാനും നിർധനരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആ ദളിത് സമൂഹം ഇന്നും അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ സർക്കാരിന് ഈ 19 ഏക്കറിലുള്ള ഏകദേശം 100ഓളം കുടുംബങ്ങളുണ്ട്, ഇവർ കൂടാതെ എല്ലാവർക്കും നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ആ നോട്ടീസ് കിട്ടിയ ഇവർ മനഃപൂർവ്വം ഇപ്പം മറുപടിയൊന്നും കൊടുക്കുന്നില്ല. കാരണം മറുപടി കൊടുത്താലുള്ള അപകടം അവർക്ക് അറിയാവുന്നതുകൊണ്ട് വേണമെങ്കിൽ സർക്കാരിന് ഇവരെ തണ്ടപ്പേര് റദ്ദ് ചെയ്യാനുള്ള, സ്വാഭാവികമായിട്ടും റദ്ദ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പിന്നെ പുതിയതായിട്ട് പുതിയ കേസാവും. അങ്ങനെ തണ്ടപ്പേര് റദ്ദ് ചെയ്തിട്ട് ഇവരുടെ ഇന്നൊരു അപേക്ഷ ക്ഷണിച്ച് പുതിയ പട്ടയം കൊടുക്കാവുന്നുള്ളൂ. ഇപ്പൊ പല ആളുകളും പറയുന്നുണ്ട്, എന്നെ വിമർശിക്കുന്നത് ഞങ്ങൾ എന്തുകൊണ്ട് അതാ ഞാൻ ചോദിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും കാലം അധികാരത്തിലുണ്ടായിട്ട് അത്തരത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാതെ പോയത് ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 19 ഏക്കറിലും വരുന്ന മുഴുവൻ ആളുകൾക്ക് നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുക്കുക, അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കണം. പല ഉദ്യോഗസ്ഥരും ഈ സുപ്രീം കോടതി വിധിയല്ല ഇങ്ങനെ നോട്ടീസ് കൊടുക്കണം എന്നുള്ള സാങ്കേതികമായിട്ടുള്ള ചോദ്യങ്ങളും നിയമപരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിനെ കുറച്ച് ഡിലേ. കാരണം നമ്മൾ ഒരു ഭരണ സംവിധാനത്തിൽ MLA മാത്രമല്ലല്ലോ, എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിൻ്റെ ക്ലാരിറ്റി വേണം. ജില്ലാ കളക്ടർ അടക്കം പല പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ ഉമേഷ് ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോഴാണ് നിർബന്ധപൂർവം ഇത് നോട്ടീസ് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അളന്ന് തിട്ടപ്പെടുത്തണം. ആ സമയത്തൊക്കെ കുറേ മറ്റു സർവേ നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നടപടികളൊക്കെ ഇപ്പോൾ ഏകദേശം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം അതിന് വരുന്ന കാലതാമസം, പക്ഷെ ആ കാലതാമസമാണ് ഈ കേസിലെ ഈ ദളിതരായിട്ടുള്ള ആളുകളുടെ ഒരു പിടിവള്ളി. അപ്പോൾ ആ കാലതാമസം വരെ ഞങ്ങളിത് നീട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ വരുന്നത് ഇപ്പം നോട്ടീസ് കൊടുക്കാണ്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു, ഒരു ജനപ്രതിനിധിയും ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ ഇത് വളരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണോ നമുക്കിതിൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് അത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് എൻ്റെ ആത്മാർത്ഥത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അത് കൃത്യമായിട്ട് എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ സോ ഫാർ കൃത്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് തന്നെയാണ്. ഇവർ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഒരു 60 വർഷമായിട്ടെന്ന് പറയുന്നു. 60 അല്ല 100 വർഷം. പക്ഷേ ഈ കുടികിടപ്പ് നിയമമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതെന്തുകൊണ്ട് അത്തരം നിയമങ്ങളിലൂടെ ഒന്നും ഇവർക്ക് ഇതിൻ്റെ ഒരു അവകാശം കിട്ടാതെ പോയത്? ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഇപ്പം ഞാൻ LLB LLM എടുത്തിട്ടുള്ള ഒരാളാണ്. നിയമത്തിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണമെന്നില്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ നിയമ വഴികളോ, അവരൊക്കെ സാധാരണ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ആകെ ആശ്രയിക്കാവുന്ന ആരെ? ഏതെങ്കിലും അഭിഭാഷകനെയാണ്. ആ അഭിഭാഷകൻ കേസ് നടത്തിയാൽ പോലും വളരെ അപാകതകളുണ്ട്. ചിലപ്പോൾ അവരെ പറ്റിക്കപ്പെടാം. ഇവർ കൊടുക്കുന്ന 100 രൂപേനേക്കാളും പാവങ്ങളാണല്ലോ, 100 രൂപേൻ്റെ ഫീസിനേക്കാളും ചിലപ്പോൾ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കേസിൻ്റെ നാൾ വഴികളിൽ പലപ്പോഴും കേസ് കൃത്യമായിട്ട് നടത്തിയിട്ടില്ലെന്നാണ് ഫയലുകൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഇത്രയും വർഷമായിട്ട് കേസ് പലപ്പോഴും അത്തരത്തിൽ ആ ആംഗിളിലൊക്കെ പോയിരുന്നു, അല്ലെ റേസ് ചെയ്തിരുന്നു, പക്ഷെ വിധി എതിരായിരുന്നു. അത്തരത്തിൽ ആ വീഴ്ചകളൊന്നും ഇനി
നമുക്ക് സുപ്രീം കോടതി ഒരു പ്രാവശ്യം തള്ളിയ കേസ് ഇനി രണ്ടാമത് ഇനി റീഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഹൈക്കോടതി പറഞ്ഞത് എന്തായാലും വിധി നടപ്പിലാക്കിയേ പറ്റൂ. അതൊരു നിയമപരമായിട്ടുള്ള ബാധ്യതകൾ. ആ നിയമപരമായിട്ടുള്ള ബാധ്യതകൾ നിലനിൽക്കെ തന്നെ സർക്കാരിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും? അതിനെന്താണ് വഴി? അതിന് ഒരു എല്ലാവരും പറയണം എന്താണ് അങ്ങനെയല്ല. ഒരു വിധി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ആ സ്റ്റെപ്സാണ് കഴിഞ്ഞ 2024-25 വർഷത്തിൽ 2 വർഷം എടുത്ത് അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതിയൊക്കെ ആലോചിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ബദൽ മാർഗം എന്തെങ്കിലും ആലോചിച്ചിരുന്നു? അല്ല, അങ്ങനെ ഒരിക്കലും അവരുടെ പുനരധിവാസം അല്ല അവരുടെ പ്രശ്നം. അവരതിന് തയ്യാറല്ല. കാരണം അവർ വിശ്വസിക്കുന്ന ഒരു നീതിയുണ്ട്. ആ നീതി എന്ന് പറയുന്നത് സർക്കാർ പുറമ്പോക്കിൽ അവർ കിടക്കുന്നു, വർഷങ്ങളായിട്ട് കിടക്കുന്നു. മറ്റാളുകൾക്ക് ഒരു കുഴപ്പമില്ല, ഇവർക്ക് മാത്രം. ഇവരുടെ ഒരു ഇപ്പോൾ എനിക്ക് തോന്നുന്നു 5ാമത്തെ തലമുറയാണ് അവിടെ താമസിക്കുന്നത്. കോടതി വിധി എതിരായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ വിധി എങ്ങനെ ഉണ്ടായെന്നും ആ ഡോക്യുമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും അന്വേഷണം വേണ്ടേ? മാത്രമല്ല ഇതൊരു വൈകാരികമായിട്ടുള്ളൊരു സംഭവം. അതെ, അപ്പൊ ആ ഡോക്യുമെന്റ് അതാ ഞാൻ പറഞ്ഞത്. 84 വരെ കരമടക്കാത്ത ഒരാളുകൾ സർക്കാർ പുറമ്പോക്കിൽ ആദ്യമായിട്ട് കരമടക്കുന്നു. ആ കരമടച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അന്ന് വരുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ അതിന് സഹായം കിട്ടി കാണണം. അല്ലെങ്കിൽ റീസർവേ നടപടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു അവകാശം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇവർ പറയുന്ന പോലെ 1921 മുതലാണെങ്കിൽ എങ്ങനെയാണ് 84 ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് കരയടയ്ക്കുന്നത്? ഞാനതിൽ ഇടപെട്ടിരുന്നു. ഞാൻ ഈ വിധി വന്നപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് എല്ലാ പഴുതുകളും അടച്ചപ്പോൾ ഈ ശങ്കരനായരുടെ ഇപ്പോൾ ഉള്ള മക്കൾ അല്ലെങ്കിൽ അവകാശികളായിട്ടൊരു ഞങ്ങൾ ഒരു കോംപ്രമൈസിന് ശ്രമിച്ചതാണ്. ആദ്യം ഒരു 10 സെൻറ്റെങ്കിലും നിങ്ങൾ കൊടുക്കുക അവിടെ തന്നെ. 8 വിട്ട് 80 സെന്റ് അതിന് തയ്യാറായില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു 5 സെന്റ് അവർ വീടിരിക്കുന്ന ഭാഗം. തീർച്ചയായും സ്വാഭാവിക ഒരു മനുഷ്യത്വപരമായ സമയം. കാരണം അവർ അത്രയും വർഷങ്ങളാണ് ഇനി വീട് വെക്കാനെന്നും. പക്ഷെ അവർ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. അവർ പറയണത് ഞങ്ങൾ എന്തിനാ, ഞങ്ങൾക്ക് കോടതി വിധിയില്ലേ, MLA എന്നുള്ളതിൽ നിങ്ങൾ സർക്കാരിൻ്റെ കൊണ്ടിത് കുടിയൊഴിപ്പിക്കണം. അങ്ങനെ ഒരു വാശി കാണിച്ചപ്പോഴാണ് നിയമപരമായിട്ടുള്ള മറ്റു സാധ്യതകളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടി നിർബന്ധിതമായത്. ഇപ്പം സർക്കാർ പറയുന്നത് നമ്മൾ അധികാരം ഏറ്റെടുത്തിട്ടാകെ ഒരാഴ്ചയായിട്ടുള്ളൂ. അതിനു മുന്നേ ഇത്തരത്തിലൊരു പ്രക്ഷോഭമൊക്കെ ഉയർത്തുന്നത് സ്വാഭാവികമായിട്ടും CPM അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. അല്ല, CPM ഈ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ ഈ കേസിലേക്ക് വന്നാലല്ലോ. അപ്പം ഞാൻ MLA ആയിരിക്കുമ്പോൾ എൻ്റെ സർക്കാരിനെതിരെ ഞങ്ങളുടെ പോലീസിനെതിരെ ഞാൻ നിന്നതാ. കാരണം ആ അഭിഭാഷക കമ്മീഷനെയും പോലീസിനെയൊക്കെ തടയുന്നൊരു വീഡിയോ. അതിലൊക്കെ കേസുണ്ടാവുമെന്നോ അതിൻ്റെ കോൺസിക്വൻസ് ഒന്നും വിചാരിച്ചുകൊണ്ടല്ല. പക്ഷേ 8 കുടുംബങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞില്ല 19 ഏക്കറിലെ 8 കുടുംബങ്ങൾ മാത്രമാണ് ഈ SC കുടുംബങ്ങൾ. ബാക്കിയുള്ള 100 കുടുംബങ്ങൾ ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് പറയാം, ആ ബാക്കിയുള്ള എല്ലാ 100 കുടുംബങ്ങൾ എനിക്കെതിരായി. അപ്പോൾ വോട്ടല്ല, നമ്മൾ വോട്ടിലപ്പുറം ചില മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങളില്ലേ, ആ കുടുംബങ്ങൾ ഒഴിപ്പിക്കരുതെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ്. എന്ന് വെച്ചാൽ ആ 19 ഏക്കറിലെ മുഴുവൻ ആളുകൾ ഒഴിപ്പിക്കാനല്ല ഇപ്പോഴും നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇലക്ഷൻ മുമ്പ് സജീന്ദ്രൻ പറഞ്ഞല്ലോ, ആ 19 ഏക്കറിൽ കൊടുത്ത മുഴുവൻ ആളുകളുടെ നോട്ടീസ് റദ്ദാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇലക്ഷൻ പൊളിറ്റിക്സ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ഷൻ പൊളിറ്റിക്സ് അല്ല. ഈ കുടുംബങ്ങളെ ചേർത്ത് നിൽക്കണമെങ്കിൽ നിയമപരമായിട്ട് അതേ സാധ്യത ഉള്ളൂ. ആ സാധ്യത വോട്ടിനപ്പുറം ഒരു കരുതലായിരുന്നെന്നാണ് എൻ്റെ പക്ഷം. തീർച്ചയായും ആയിരിക്കും. പക്ഷേ ഒരു ഗ്യാപ്പ് കൊടുത്തില്ല സർക്കാരിന് എന്നുള്ളതാണ് ഒരു വാദം. ഇപ്പൊ സ്റ്റേറ്റില് ഒറ്റ സമരമാണ് നടക്കുന്നത്. ഇപ്പൊ ഈ സ്റ്റേറ്റിൽ സർക്കാരിനെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സമരം മാത്രമാണ് നടക്കുന്നത്. അത് താങ്കളുടെ പ്രദേശം. അല്ല, അതില് ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ മുഖ്യമന്ത്രി അറിയാതെ പോലീസ് ആക്ഷൻ ഒരു ഭരണകക്ഷി MLA ആ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്നു. അപ്പോൾ അവരൊന്നും അറിയാതെ ഇത് നടന്നു എന്ന് അവർക്ക് വേണമെങ്കിൽ നിഷേധിക്കാം. പക്ഷെ അവരെ അറിഞ്ഞുകൊണ്ടല്ലാണ്ട് ഒരു ആക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പ് 14 തവണയും ഇപ്പോൾ കോവിഡ് സമയത്ത് ഞാനന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. പക്ഷെ കോവിഡായിട്ട് ബന്ധപ്പെട്ട് നിയുക്ത MLA എന്നുള്ള രീതിയിൽ എനിക്ക് എല്ലാ ഇൻഫർമേഷനും എന്നെ ഉദ്യോഗസ്ഥർ വിളിച്ച് പറയും. അതൊരു മര്യാദയുടെ ഭാഗമാണ്. കാരണം അതൊരു ഇൻ്റർവെൻഷൻ, നിയുക്ത MLA ആയാലും MLA ആയാലും ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു SC കോൺസ്റ്റിറ്റ്യുവൻസിയിൽ SC കുടുംബങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു ഫോഴ്സ് ഉപയോഗിച്ച് പോകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണ്ടേ? പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഇതിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല ഇപ്പോഴും. ആഭ്യന്തരമന്ത്രി അന്വേഷിക്കാമെന്ന് പറഞ്ഞു.
ആഭ്യന്തരമന്ത്രി അന്വേഷിക്കാന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്തു. അല്ല, ഇതിൽ എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലായ്മ ശരിക്കും ഇതിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയമാണ്. ഞാൻ ഈ കോൺഗ്രസിന്റെ പൊളിറ്റിക്സിൽ അതിനൊക്കെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വേണമെങ്കിൽ ഒരു പണി അങ്ങോട്ട് കൊടുക്കട്ടെ തുടക്കത്തിൽ എന്നുള്ളൊരു, ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്, മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെടുന്ന ആളുമല്ല സ്ഥലം MLA. അപ്പോൾ അത് ഹോട്ട് സീറ്റിൽ ആരെ കൊണ്ടിരുത്താം അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അങ്ങ് ഇപ്പോൾ ശ്രീ ആഭ്യന്തരമന്ത്രി, മുൻ ആഭ്യന്തരമന്ത്രിയാണ്, ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ എറണാകുളം ജില്ലയിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ കൊള്ളേണ്ടടുത്ത് ഈ വിഷയം കൊണ്ടു, കേരളം മുഴുവൻ അത് ചർച്ചയായി, ആ ഇന്റർവെൻഷൻ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആഭ്യന്തരമന്ത്രി ഇപ്പോൾ കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എന്താ പറഞ്ഞത്, ആഭ്യന്തരമന്ത്രി TV-യിൽ കണ്ടിട്ടാണ് ഇത് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഇടപെട്ടു. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ദളിതരായിട്ടുള്ള ആളുകളെ തല്ലിച്ചതച്ച വിഷയം ആഭ്യന്തരമന്ത്രി TV-യിൽ കണ്ടാണ് അറിഞ്ഞതെങ്കിൽ അത് ഭരണപരാജയമെന്നേ പറയാൻ കഴിയും. അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ വീഴ്ചയല്ലേ, ഇന്റലിജൻസ് IG ഇത് അറിയണ്ടേ? ഇത്രയും ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ടാണ് മെഡിക്കൽ ഓഫീസർക്ക് എറണാകുളം DM ഒരു കത്ത് വിട്ടിട്ടുണ്ട്, 3 ആംബുലൻസ് വേണം. അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറാണ്. ഫയർഫോഴ്സിൻ്റെ ഫയർ എഞ്ചിൻ വരുന്നു, ഫുൾ ടാങ്ക് വാട്ടർ നിറച്ചുകൊണ്ട്. മറ്റ് സന്നാഹങ്ങൾ പോലീസിൻ്റെ 300-400 ബറ്റാലിയൻ ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. ഇതൊന്നും ആഭ്യന്തരമന്ത്രിയോ ഇവിടുത്തെ സ്ഥല MLA-യോ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ ദേ ആർ നോട്ട് ഫിറ്റ് ഫോർ ദ ജോബ്. അത് അവർ നിഷ്കളങ്കമായിട്ട് അങ്ങനെ അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ആളുകൾ അതായത് ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ കടമ എന്താ? അവിടുത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലേ സർക്കാരിന്റെ നിർവചനം തന്നെ. അപ്പോൾ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്നാൽ മുൻ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള വിമർശനം വരാം, നിങ്ങൾക്ക് വിമർശിക്കാം. കാരണം രാഷ്ട്രീയത്തിൽ വിമർശിക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷെ നിയമപരമായിട്ട് നിങ്ങൾ അറിവില്ലായ്മ, നിയമത്തിൻ്റെ സാധ്യതകൾ എന്താണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ സാധ്യതകൾ അറിയാത്ത ആളുകൾ രാവിലെയും വൈകിട്ടും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ചാനലിലോ വന്ന് വിമർശിക്കാൻ വളരെ എളുപ്പമാണ്. ആ സാധ്യതകളാണ്, നിയമത്തിൻ്റെ സാധ്യതകളാണ് കഴിഞ്ഞ 2 വർഷം ഞാൻ പൂർത്തീകരിച്ചത്. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നെ വിമർശിക്കുന്ന ആളുകളുടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അങ്ങനെയൊക്കെ ഒരു ഇടപെടൽ നടത്തിയുകൊണ്ടാണ്, CPM അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയുകൊണ്ടാണ്, LDF സർക്കാർ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയുകൊണ്ടാണ് ഈ കുടുംബങ്ങൾ ഇന്നും. അല്ല, പക്ഷെ അതൊരു താൽക്കാലിക സംവിധാനമായിട്ട് മാത്രം നിൽക്കുമല്ലേ, ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നത്. ആ ശാശ്വതമായ പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച്. ഇപ്പോൾ മൂന്നാമതൊരു LDF സർക്കാർ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തണ്ടപ്പേര് നമുക്ക് റദ്ദാക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന അതിൻ്റെ നടപടിക്രമം ഇനിയും പറ്റും. അത് ചെയ്യാൻ തയ്യാറാകട്ടെ. CPM വളരെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തൊരു സമരം തന്നെയാണോ, അല്ലെങ്കിൽ താങ്കളുടെ ഒരു നിർബന്ധപ്രകാരം ഏറ്റെടുത്താണോ? അങ്ങനെയല്ല, ഇതിൽ ഞാനല്ല യഥാർത്ഥത്തിൽ ആ സമരം ഏറ്റെടുക്കുന്നത് അവിടെയുള്ള പ്രാദേശിക CPM നേതൃത്വമാണ്. കാരണം വൈകാരികമായിട്ട് സാധാരണ ആളുകൾക്ക് രാഷ്ട്രീയത്തിലേക്കാൾ അപ്പുറം കുറച്ചും കൂടി മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം അവിടെയുള്ള, ഇപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി സിറാജ്, ഏരിയ സെക്രട്ടറി കരീമിക്ക, അവിടുത്തെ വാർഡ് മെമ്പറായിരുന്ന മുരളിച്ചേട്ടൻ, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ കൂടുതലും ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു അഭിഭാഷകൻ എങ്ങനെ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുക. പക്ഷേ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അത് പാർട്ടി തീരുമാനമാണ്. അതിൽ സ്ഥല MLA ഞാനും അതിൻ്റെ ഭാഗവാക്കായിരുന്നുള്ളൂ. പക്ഷേ ആ സമരത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കോൺഗ്രസ്സുകാരാണ്, അവിടെ താമസിക്കുന്ന ആളുകൾ. ഞങ്ങൾ ആദ്യം ഒരു ജനകീയ മുന്നണിയായിട്ടാണ് പ്രതിരോധ സമിതി രൂപീകരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടുത്തെ വാർഡ് മെമ്പറൊക്കെ രൂപീകരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള MLA-യുടെ നിർദ്ദേശപ്രകാരം അതിൽ നിന്ന് വിട്ടുപോയി. ഇപ്പോൾ വന്ന് എന്തൊക്കെയോ വീരകഥകളൊക്കെ പറയുന്നുണ്ട്. സമരമുഖത്ത് അദ്ദേഹം ഇതുവരെ വന്നു. ഇപ്പം ഞങ്ങൾ കോൺഗ്രസ് സർക്കാർ അവരെ സംരക്ഷിക്കുമെന്നൊക്കെ പറയുമ്പോഴും പ്രാദേശികമായിട്ട് ഇപ്പം നാളെയും കുടിയൊഴിപ്പിക്കാൻ വരും. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വന്നു, ഞങ്ങളില്ലായിരുന്നെങ്കിൽ CPM-ഓ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ്? ഈ ബുൾഡോസർ വന്ന് ഇടിച്ച് പിന്നെ കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ കോടതി വിധി നടപ്പിലാക്കിയെന്ന ആത്മാഭിമാനം കൊണ്ട്. പക്ഷെ ആ 8 കുടുംബങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും? അവരവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറല്ല. ഒന്നില്ലെങ്കിൽ അവരെ അടിച്ചൊതുക്കി ഈ വിധി നടപ്പിലാക്കും,
അത് വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. സർക്കാരിന് പറ്റുന്നതാണ് ഇപ്പൊ. തീർച്ചയായും ഇപ്പൊ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ആകെയുള്ളൊരു മാർഗം എന്ന് പറയുന്നത് തണ്ടപ്പേര് റദ്ദ് ചെയ്യുക. പിന്നെ അടുത്ത നിയമവഴികൾ ആലോചിക്കുക. തണ്ടപ്പേര് റദ്ദ് ചെയ്യുന്ന വിചാരിച്ച് ഈ ലോകമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അവർ കോടതിയിൽ പോയിക്കോളും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സാവകാശം കിട്ടും. സർക്കാർ ചെയ്യട്ടെ എന്നേ. അത് ചെയ്യാനുള്ള എല്ലാ വഴികളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുക്കി വരുമ്പോഴാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നത്. അതുകൊണ്ടാണ് അതിനുള്ള സാവകാശം കിട്ടാഞ്ഞത്. മാത്രമല്ല ഈ സർക്കാർ വരുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക്. പക്ഷേ വിധി വ്യത്യസ്തമായിരുന്നു. അതിൽ നമ്മൾ അംഗീകരിക്കും. അത് പറയുമ്പോഴാണ് ഈ ആളുകൾ ഇപ്പം പറയുന്നത് ഈ വിഷയം ഇപ്പോൾ വലിയ വിഷയമാക്കി ഏറ്റെടുത്തിരിക്കുന്നത് ഈ വലിയ തോൽവിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് എന്നുള്ളതാണ്. അല്ല, ഞാൻ ഇതിൽ ഒരു കാര്യം പറയാം. നമ്മൾ ജയവും തോൽവി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. അപ്പം അതിൽ തോൽവിയേക്കാളും ഏറെ ഞങ്ങളെ സംബന്ധിച്ച് തോൽവി സംഘടനാപരമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ. അല്ലാതെ ഈ MLA സ്ഥാനോ മന്ത്രി സ്ഥാനോ അല്ലെങ്കിൽ ഭരണമൊക്കെ കണ്ടുകൊണ്ടല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടപെടും. അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വിധി നടപ്പിലാക്കിയാൽ മതിയല്ലോ. ഇതിൻ്റെ ഒന്നും പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഏറ്റവും എളുപ്പമല്ലേ ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ. എന്താ, സുപ്രീം കോടതി വിധി ഇവർക്കെതിരാണ്, ഞങ്ങൾക്ക് സർക്കാരിന് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയുണ്ട്, ഇവിടെ താമസിക്കുന്നവരൊക്കെ കോൺഗ്രസ്സുകാരാണ്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, കോൺഗ്രസ്സുകാർ വന്ന് തടയട്ടെ എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ഞങ്ങൾ ഭരണപക്ഷത്തായാലും ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യണത്? ഞങ്ങൾ പ്രതിപക്ഷത്താണ്, എന്നിട്ട് ഞങ്ങൾ തടയാൻ നിൽക്കുന്നു. അന്ന് കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. ഞങ്ങൾ ഏറ്റെടുക്കേണ്ട ദൗത്യം യഥാർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ടിരുന്ന അവരാ, ഈ സർക്കാരിനെ വെട്ടിലാക്കണമെന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഈ പറയുന്ന ഇപ്പോഴത്തെ MLAക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ആത്മാർത്ഥമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൽ വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ കിഴക്കമ്പലം എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങൾക്കൊക്കെ പ്രത്യേകതയുള്ള സ്ഥലമാണ്. കാരണം അവിടെ ഈ 2020 പ്രസ്ഥാനവും താങ്കളും തമ്മിൽ നടത്തി കുറേ പോരാട്ടങ്ങളൊക്കെ. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് ഇതിലൊന്നും ഒരു ശ്രദ്ധയും ചെലുത്തിയില്ല എന്ന് വേണമല്ലോ നമ്മൾ കരുതാൻ. അല്ല, പഞ്ചായത്ത് ഇത് വാഴക്കുളം പഞ്ചായത്താണ്. വാഴക്കുളം പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്നത്. വാഴക്കുളം പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടുത്തെ, ഞാനൊരു പ്രാദേശിക രാഷ്ട്രീയത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഇതിലൊക്കെ കുറച്ച് ആത്മാർത്ഥത ആവശ്യമാണ്. ആ ആത്മാർത്ഥത കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ചൊരു പഠിക്കുവാനോ ഇനി ഇതൊന്നും വേണ്ട. ഞാൻ എന്നാ 2021 MLA ആയിട്ട് വരുന്നത്. 10 വർഷം ഇതിനു മുമ്പ് ആരാ അവിടുത്തെ MLA ആയിരുന്നത്? ഇപ്പോഴത്തെ MLA അല്ലേ? അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ലേ? അദ്ദേഹം അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായി കാണില്ല. ഇടപെടലുകൾ ആവശ്യമാണ്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരുടെ അതിൽ ഇപ്പോൾ ഈ പ്രാവശ്യം പോലും പല ആളുകളും ആർക്കൊക്കെ വോട്ട് ചെയ്തേക്കണേന്ന് എനിക്കറിയില്ല. പക്ഷെ അതിലപ്പുറം നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നന്മകളാകാം കുറച്ചൊക്കെ, തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ പറയേണ്ടി വരും. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി മാത്രമാകരുത്, അല്ലെങ്കിൽ ചില താല്പര്യങ്ങളാകരുത്. അല്ല, ഇത് ഒരു 8 കുടുംബങ്ങളുടെ പ്രശ്നവും അവർ കരുതുന്നത് മറ്റേത് കുറച്ചും കൂടി അധികം ധനവും മറ്റ് ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അവരതിൽ മറ്റാളുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അവർ പരസ്യമായിട്ടും ഈ ഇലക്ഷന് മുമ്പ് മൈക്ക് കെട്ടി പ്രസംഗിച്ചല്ലോ, 19 ഏക്കറിലുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുത്ത് റദ്ദ് ചെയ്യണമെന്ന്. ഞങ്ങൾ ആ നോട്ടീസ് കൊടുത്തതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയും കൂടി ചേർത്ത് നിർത്തി അതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പോംവഴിയായിരുന്നു. അല്ലാണ്ട് സുപ്രീം കോടതി വിധി വന്നു ഇവരിറക്കി വിടാം എന്നുള്ള ഒരു ദുഷ്ടലാക്കായിരുന്നില്ല. പിന്നെ ചാനലുകളിൽ MLAയുടെ സ്വാധീനം അറിയാമല്ലോ. തീർച്ചയായും. അപ്പോൾ അത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ ആരാണ് അവിടെ ഉള്ള ആളുകളെ, ഞാനിപ്പോൾ ഈ 15-ാം തവണ തടയാൻ വന്നപ്പോൾ ഞാൻ വരുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് അവിടുത്തെ അമ്മമാരൊക്കെ കരയരുത്. കാരണം 14 തവണയും അവർക്ക് ഒരു പോറലുണ്ടായിട്ടില്ല. ഞാനങ്ങനെ അവരെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്നൊരു കോൺഗ്രസ്സുകാരൻ, നിങ്ങളുടെ സർക്കാർ എന്ത് ചെയ്തു 10 വർഷം എന്നുള്ള, അത് വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ആ സമരമുഖത്ത് ഇതുവരെ കാണാത്തൊരു കോൺഗ്രസ്സുകാരൻ, അയാളെന്താ അതിനുശേഷം മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞത്? പോലീസ് ഒന്നും ചെയ്തിട്ടില്ല, പോലീസ് ഇവർ ഉപദ്രവിച്ചിട്ടില്ല, ചാനലുകാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നെറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അവരെ മോശക്കാരാക്കുന്നു. ഇന്നും ഈ അവിടുത്തെ MLA പറഞ്ഞ വാക്ക് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള കേസല്ലേ, അദ്ദേഹത്തിന് അത്രേ അറിയുള്ളൂ. കാരണം 10 വർഷം അവിടെ MLA ആയിരുന്നിട്ട് അദ്ദേഹത്തിന് ഈ വിഷയം പഠിക്കാൻ നേരമില്ല. അതിനു മുമ്പുണ്ടായിരുന്ന ആ സ്ഥലം സർക്കാർ പുറമ്പോക്കാണെന്നുള്ള യാഥാർത്ഥ്യം ജനത്തിനടുത്ത് പറയണ്ടേ? അദ്ദേഹം ആരുടെ കൂടെയാണ്?
സമ്പന്നവർഗത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ലാൻഡ് മാഫിയയുടെ കൂടെയാണെന്നൊക്കെ സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല. അപ്പം ആ രാഷ്ട്രീയമാണോ വേണ്ടത്? മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ സമരമുഖത്ത് ഇനിയിപ്പോൾ അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ ഒഴിപ്പിക്കാൻ വരും. ഞങ്ങളവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, കോൺഗ്രസ് പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, സ്ഥല MLAക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ആ സമരമുഖത്ത് വരിക. നിങ്ങളുടെ പോലീസ് വരുമ്പോൾ, ഞങ്ങളുടെ പോലീസ് വന്നപ്പോൾ ഞങ്ങൾ തന്നെ തടഞ്ഞു. ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് വന്നപ്പോൾ അതിന് മുന്നിൽ നിന്ന് തടയാൻ ഞങ്ങളുണ്ടായി. ഇനി നിങ്ങൾ വന്ന് തടയുക. അവിടെ നിങ്ങൾ നിയമത്തിൻ്റെ സാങ്കേതികത്വം അല്ല പറയേണ്ടത്. അല്ല, മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ജില്ല എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാകണമല്ലോ ഇതിൽ. കാരണം അദ്ദേഹത്തിന് വലിയ ബാധ്യതയുണ്ടല്ലോ ഇത് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ കൃത്യമായൊരു പരിഹാര മാർഗം സർക്കാർ ഇതിന് മുന്നിൽ വെക്കുക. സർക്കാരിന് ഇന്ന് പറയായിരുന്നല്ലോ കോടതിയിൽ, ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടില്ല. ബൗണ്ടറീസ് ആക്ട് പ്രകാരം ഞങ്ങൾക്ക് എല്ലാവർക്കും നോട്ടീസ് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാവകാശം വേണം. നോട്ടീസ് കൊടുക്കേണ്ടത് കോടതിയല്ല പറയേണ്ടത്, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. ആ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുഖമായിട്ട്, ഞാൻ ഉറപ്പ് പറയാം, നമുക്ക് വീണ്ടും ഒരു 6 മാസം സുഖമായിട്ട് കിട്ടും, മുന്നോട്ട് പോകും. അപ്പം അത്തരം നിയമത്തിൻ്റെ ഒരു സാധ്യതകൾ നമ്മൾ പഠിക്കണ്ടേ? ഈ കേസിനെ കുറിച്ച് ആരും ഗഹനമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പഠിച്ച ഒരാളെന്നുള്ള നിലക്ക് അതിൻ്റെ ലൂപ്പ് ഹോളുകൾ നമ്മളൊന്ന് മുനിസിപ്പാലിറ്റിന് പറയാൻ പറ്റില്ല. മുനിസിപ്പാലിറ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, ഇത് നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ആ സാധ്യതയാണ് നോട്ടീസ് പ്രാക്ടിക്കൽ നമ്മളത്. എന്തായാലും ഇപ്പോൾ ഇന്ന് ഗോവിന്ദ മാഷ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് സ്ഥലത്തെത്തി ആളുകളൊക്കെ കണ്ടു. കാര്യങ്ങൾ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ വളരെ സീരിയസ് ആയി തന്നെ ഏറ്റെടുക്കുന്നു എന്നുള്ള ചില സൂചനകളാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു നിലപാട്? എങ്ങനെയായിരിക്കും ഇത് കൊണ്ടുപോകാൻ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിനെ കൊണ്ട് ഇനി സർക്കാരിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ വഴികൾ, ഒന്ന് നോട്ടീസ് കൊടുക്കുക. ഇതിൽ ഗവൺമെൻറ് കക്ഷിയാകണമെങ്കിൽ, കാരണം പെരിയാർ വാലി ഓൾറെഡി ഞാൻ ഇരിക്കുന്ന സമയത്ത് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞങ്ങളുടെ സ്ഥലം, ഇതിൻ്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അളക്കാൻ വരുമ്പോൾ ഞങ്ങളറിയണം, ഞങ്ങളെ കേൾക്കണം. രേഖാമൂലം കത്ത് കൊടുപ്പിച്ചു വന്നു. സ്വാഭാവികമായിട്ട് അളക്കാൻ വരുമ്പോൾ ഇനി അവരെയും കൂടി അറിയേണ്ടേ? ഇത് എവിക്ഷനാണല്ലോ, അതിർത്തി നിർണ്ണയിക്കണം. അതിർത്തി നിർണ്ണയിക്കണമെങ്കിൽ ബൗണ്ടറീസ് ആക്ട് പ്രകാരം എതിർ കക്ഷികൾക്ക്, അതിനോട് അഫക്റ്റഡ് ആയിരിക്കുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് കൊടുക്കണം. അപ്പോൾ ഗവൺമെൻറ് പാർട്ടി, അപ്പോൾ ഗവൺമെൻറ്റിന് പറയാം ഞങ്ങളുടെ സ്ഥലം. ഇപ്പോൾ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഏക്കർ സ്ഥലം നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ സർക്കാരിൻ്റെ സ്ഥലം ഇവർ 84 തണ്ടപ്പേരിൽ ഇവർ വരികയും ഇവർ നികുതി അടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്താ ചെയ്തേ? അതിൽ കുറേ ഭാഗം സർക്കാരിന് തന്നെ വിറ്റു പെരിയാർ വാലിക്ക് വേണ്ടി. അതിൻ്റെ പൈസ വാങ്ങിച്ചു. ഇത്തിരി കോംപ്ലിക്കേറ്റഡാണ്. പക്ഷെ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ഇനി ചെയ്യാൻ പറ്റുന്ന കുറേ മേഖല. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് കോടതിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, 2 പ്രൊസീഡിങ്സ്. ഇപ്പോഴും ഞങ്ങൾ ഈ 19 ഏക്കറിലെ ആളുകൾക്ക് നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ? അവിടെ താമസിക്കുന്ന 8 കുടുംബങ്ങൾക്കല്ല നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഈ സ്ഥലത്തിൻ്റെ ഉടമ എന്ന് പറയുന്ന ശങ്കരൻ നായരുടെ ഇപ്പോഴത്തുള്ള അവകാശികൾക്കാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അതിൽ കോടതിക്ക് പറയാൻ പറ്റും അങ്ങനെ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ആ സാധ്യത വരെ നമ്മൾ അടച്ചിട്ടാണ് ആ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മുൻ MLA നിലയിലും ഒരു സാമൂഹ്യ പ്രവർത്തക നിലയിലും ഒരു അഭിഭാഷക നിലയിലും ഈ വിഷയത്തിൽ നേരിട്ടിടപെടുകയും താങ്കളുടെ നേരത്തെയുള്ള സഹപ്രവർത്തകരാണല്ലോ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്, എല്ലാവരുമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്. ഈ വിഷയം എങ്ങനെയാണ് സർക്കാരിൽ കൃത്യമായി എത്തിക്കാനുള്ളൊരു ചുമതല ഏറ്റെടുക്കുന്നുണ്ടോ? എന്താണ് അങ്ങനെ അവിടെ ഉള്ളൊരു സമരത്തിനപ്പുറത്തേക്ക് സർക്കാരിനെ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വേണമെങ്കിൽ ഒരു സമിതിയെ ഒക്കെ തിരുവനന്തപുരം? ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും നമ്മളെ പരിചയമുള്ള ആളുകളാണ്. ഈ വിഷയം വന്ന് കോടതി വരുന്ന പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിനെ വിവരം ധരിപ്പിച്ചു, റവന്യൂ മിനിസ്റ്റർ അറിയിച്ചു, DGPനെ ഈ വിഷയത്തിൽ വഷളായി കഴിഞ്ഞപ്പോൾ DGPനെ തന്നെ ഞാൻ നേരിട്ട് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഓൾറെഡി അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ഉണ്ട് ട്രൂപ്പിനെ പിൻവലിക്കാനുള്ള. അല്ല, അതൊന്നും ഇപ്പം ഞാൻ അങ്ങനെ നമ്മളൊരാളാൻ വേണ്ടിയിട്ടല്ല. അതിനു മുമ്പ് ചിലപ്പോൾ അത്തരം ഇടപെടലൊക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷെ നമ്മൾക്ക് അവിടെ വേണ്ടത് എന്താ? ഒരു ശാശ്വതമായിട്ടുള്ള, ഇവരെ ഉപദ്രവിക്കാതെ ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഇപ്പം ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം തല്ലുകൊണ്ട് പോലീസിൻ്റെയൊക്കെ പോലീസ് ഒരു ഫോഴ്സ് വരുമ്പോൾ തീർച്ചയായും അവിടെ MLA ആണോ MP ആണോ ഒന്നും ഫോഴ്സ് നോക്കില്ല. അത് വേറൊരു നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറിക്ക് ഷൂവിൽ ചവിട്ട് വീണ് അദ്ദേഹത്തിൻ്റെ കാല് ഒന്ന് ഇത് ചെയ്തതാണ്.
പക്ഷെ അവിടെ ഒരു കാര്യം ഞാൻ അഭിമാനത്തോടു കൂടി പറയാം, പാരിയത്തുകാവിലെ ദളിതരായിട്ടുള്ള ഒരാൾക്ക് പോലും ഞങ്ങളുടെ സമയത്ത് പോലീസിൻ്റെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പം ഞാൻ സമരം, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം പുറകിൽ നിന്നാൽ മതി. കാരണം എനിക്കുണ്ടായ ഒരു വിശ്വാസം MLA എന്ന പോലെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ, കാരണം ആ ഒരു പലപ്പോഴും ഒരു ഉന്തം തള്ളം ഉണ്ടാകുമ്പോഴാണ് പോലീസും റിയാക്ട് ചെയ്യുന്നത്. എല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒരു 2-3 മീറ്റർ പുറകിൽ ഈ പാരിയത്ത് ആളുകളെയും പാർട്ടി ആളുകളെയും നിന്ന് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു തർക്കം ഉണ്ടായി. അങ്ങനെ ആ നിയമപരമായിട്ടുള്ളൊരു കാര്യം ചോദിച്ചു. അഭിഭാഷക കമ്മീഷൻ തിരികെ പോവുകയും ചെയ്ത്. ഇതിൽ ചില സമയത്ത് നമ്മൾ നമ്മുടെ ചെറിയ ബുദ്ധികളൊക്കെ ഉപയോഗിക്കണം. ഓക്കെ, എന്തായാലും ഈ വിഷയം എന്തായാലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാം. അതിന് വേണ്ടിയിട്ട് താങ്കളുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി സജീവമാവട്ടെ എന്ന് കൂടി. തീർച്ചയായിട്ടും. അതിൽ എല്ലാ മാധ്യമങ്ങളാണ് ഒരു പരിധി വരെ ഇന്ന് ഇപ്പോൾ കേരളം മുഴുവൻ ഈ സമരം, ഞങ്ങൾ 14 തവണയും അവിടെ ഞങ്ങൾ കുറച്ച് പേര് വളരെ കൃത്യമായിട്ട്, കാരണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു പരിപാടി ഞങ്ങൾ ചെയ്തില്ല എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബങ്ങളെ പെരുവഴിയല്ലേ ആക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതാരും അറിയാതെ പോയത് ഈ സമരം. പക്ഷെ അത് ആ കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള നിയമപരമായ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞു. അപ്പോൾ നിയമം നമുക്ക് നടപ്പിലാക്കുമ്പോൾ എനിക്ക് കുറച്ച് സമയം ആവശ്യമായിരുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു. ഇനി അത് കൃത്യമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ പാരിയത്തുകാർക്ക് അതിലൊരു കാര്യമുണ്ട്. ഈ പാരിയത്ത് കാവെന്ന് പറയുന്നത് തന്നെ അവിടെ ഒരു കാവുണ്ട്, കാവ് പുറമ്പോക്കാണ്. എങ്ങനെ കാവ് പുറമ്പോക്കായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് വന്നു എന്ന് കൂടി ഗവൺമെന്റ് അന്വേഷിക്കണ്ടേ? കാവ് സംരക്ഷണത്തിന് വേറെ നിയമങ്ങളൊക്കെ അല്ല, കാവ് പുറമ്പോക്ക് ഒരിക്കലും പതിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത്തരം എല്ലാ കാര്യങ്ങളും ഇതിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാം നമ്മൾ ഇപ്പോൾ സജ്ജമാക്കിയിട്ട്, ഇനി ഗോളടിക്കാൻ ഒരാൾ തയ്യാറായാൽ മതി. ആ ഗോൾ അടിക്കേണ്ട ഉത്തരവാദിത്വമാണ് സ്ഥല MLA യും റവന്യൂ മിനിസ്റ്ററും മുഖ്യമന്ത്രിയും ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.